ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീട്രൂട്ടിൻ്റെ കറിയാണ്. അതായത് ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് അതിൻ്റെ തോലെല്ലാം കളഞ്ഞതാ വെച്ചു. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ബീട്രൂട്ട് കറി വെക്കാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. ഇതേ വലിപ്പത്തിലും നീളത്തിലുമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചെറുതുമല്ല, എന്നാൽ ഒരുപാട് വലിപ്പമല്ലാത്ത ഇതേ കണ്ടീഷനാണ്. ഇതാ ഈ വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം കട്ട് ചെയ്ത് കഴുകി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് അരമുറി ചെറിയ നാളികേരം, പിന്നെ ഒരു 6 വെള്ളുള്ളി, 3 പച്ചമുളക്. ഇനി ഒരു കടായിലേക്ക് ഞാൻ ആ കഴുകി വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു. നികര വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. അതായത് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് ആ തേങ്ങ അരച്ച് വരണം. അതിലേക്ക് ആ വെള്ളുള്ളിയും പച്ചമുളകും ചേർത്ത് ഒരല്പം ചെറിയ ജീരകം 1/4 സ്പൂൺ ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളുള്ളിയും പച്ചമുളകും നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ആ ബീട്രൂട്ടിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല രുചിയായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ടൊന്നും ബീട്രൂട്ട് വെന്തിട്ടില്ല. ബീട്രൂട്ടിൻ്റെ വേവ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് ഒരു 6-7 മിനിറ്റ് കൂടി നമ്മൾക്ക് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അടിപൊളിയായിട്ട് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാവരും കഴിക്കാൻ പറ്റും. 6-7 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബീട്രൂട്ട് ഏകദേശം ഇതേപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മൾ ലൂസാക്കിയിട്ടല്ല ഈ കറി, അല്പം കുറുകിയ ഇതിലാണ് വേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് നല്ലൊരു രുചിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും തേങ്ങ തന്നെ നമ്മൾ എടുക്കണം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കറക്റ്റ് കുറുകിയ പരുവായിട്ട് നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ബീട്രൂട്ട് വെച്ച് കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ. മാത്രമല്ല ഇത് രാത്രി നമ്മൾ കഴിക്കുന്ന സമയത്ത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് BP പോലുള്ള അസുഖമുള്ളവർക്കൊക്കെ ഒരു കുറഞ്ഞ് കിട്ടുന്ന ഒരു കണ്ടീഷനായിട്ട് വരും ഈ ബീട്രൂട്ട് കഴിക്കുമ്പോൾ. അല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ബീട്രൂട്ട് കഴിക്കുന്ന ബ്ലഡെല്ലാം നന്നായിട്ട് വർദ്ധിക്കും. ഇപ്പോൾ അതാ അടിപൊളിയായിട്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമ്മൾ കയ്യിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അല്പം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5 ചുവന്നുള്ളി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. ചുവന്നുള്ളി ഒന്ന് മൂപ്പായി വരട്ടെ. ഈ സമയത്ത് നമ്മൾ കയ്യിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം എണ്ണയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വറവിട്ട് അടച്ച് വെച്ചു. എന്നിട്ട് നമുക്ക് ശരിക്കും ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഞാൻ ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞ ശേഷമാണ് തുറന്ന് നോക്കുന്നത്. കണ്ടില്ലേ, നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല ചോറിനും എല്ലാം നല്ല രുചിയായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്